തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൊലവിളി പ്രസംഗവും ഭീഷണിയുമായി പ്രാദേശിക നേതാക്കൾ. വിജയത്തിനിടെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിം ലീഗ് CPIM പ്രാദേശിക നേതാക്കൾ എതിരാളികളെ അധിക്ഷേപിച്ചതും ഭീഷണിപ്പെടുത്തിയും പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തനിക്കെതിരെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകരെ അധിക്ഷേപിച്ചാണ് മലപ്പുറം തെന്നല 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി KV മജീദിന്റെ ഈ പ്രസംഗം. CPIM മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് KV മജീദ്. വിവാദമായതോടെ മജീദ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. കോപവും വികാരവും വന്നപ്പോൾ വാക്കുകൾക്ക് നിയന്ത്രണം കിട്ടിയില്ലെന്ന് KV മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. വളവന്നൂർ പഞ്ചായത്ത് 8-ാം വാർഡ് വിജയാഘോഷത്തിനിടെ പ്രാദേശിക CPIM നേതാവ് V ഫൈസലിന്റെ കൊലവിളി പ്രസംഗം വിവാദമായി. രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. കോഴിക്കോട് ബേപ്പൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത് CPIM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷ്. ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട, ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. വളാഞ്ചേരി നഗരസഭ വട്ടപ്പാറ ഡിവിഷൻ മുൻ കൗൺസിലറും പ്രാദേശിക ലീഗ് നേതാവുമായ ഷിഹാബുദ്ദീന്റെ ഭീഷണി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രവർത്തകനെ തല്ലിയവന്റെ കൈയും കാലും വീട്ടിൽ കയറി വെട്ടുമെന്നാണ് ഭീഷണി. നമ്മുടെ പ്രവർത്തകരുടെ നേരെ കൈയോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ആവേശത്തിൽ പറഞ്ഞുപോയെന്നാണ് നേതാക്കളുടെ വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.